അടുത്ത മാസം വന്നേരേട്ടോ. സങ്കടമുണ്ടോ? സങ്കടമല്ല, വീട്ടിൽ പോണെന്ന് പറഞ്ഞിറങ്ങിയ ഇങ്ങോട്ട് നോക്കി എന്നെ ഇങ്ങനെ കാണിക്കത്തിന് എന്നെ ഇവിടെ എവിടെ എടുത്തിട്ടോട്ടെ. അപ്പോൾ ലിജി രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചി അന്നക്കുട്ടി ചേച്ചി വന്നിട്ട് ലിജിയോട് കാര്യമൊക്കെ പറയുന്നുണ്ട്. കണ്ണപ്പൻ ബാഗൊക്കെ എടുത്തിറങ്ങി, അമ്മച്ചി കുറേ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പെയിൻ്റൊക്കെ ഇങ്ങനെയാണ് അടിച്ചത്. നമ്മൾ ബോർഡർ ലൈനും ഒക്കെ കൊടുത്തു, കതവിന് പെയിൻ്റ് അടിച്ചു, മിക്ക ഡോറുകൾക്കും ജനങ്ങൾക്കും എല്ലാം പെയിൻ്റ് അടിച്ചു, റൂമുകളുടെ ഭിത്തികൾക്കെല്ലാം പെയിൻ്റ് അടിച്ചു. ഒരു അത്യാവശ്യം സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പോളിഷൊക്കെ ചെയ്യാനായിട്ട് ഒരു ഡോറിന് മാത്രം കേട്ടോ. അത് നമ്മൾ വാവയും അമ്മയും കൂടെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് മാത്രം ബാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോകാനൊരുങ്ങി. അങ്ങനെ പെയിൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു കല്യാണ സമയത്ത് നമുക്ക് സ്റ്റുഡിയോക്കാർ തന്നൊരു കലണ്ടറുണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, അതൊക്കെ ഭിത്തിയിൽ തൂക്കി തിരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എന്താ പരിപാടി വെച്ചാൽ മെയിനായിട്ട് ഇന്ന് അമ്മ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലൊക്കെ അടിപൊളി രസമുള്ളത് ഇതേപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തണ്ടുകൾ വാവ വെട്ടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള തെയ്യാമെന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഇന്ന് ചെടിയൊക്കെ തരുന്നത് കേട്ടോ. എല്ലാം എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കൊണ്ട് കിളിക്കുമെന്നും അറിയില്ല. പിന്നെ കൊണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ചെടിയിൽ കിളിക്കാനായിട്ട്. എന്നാലും നമ്മൾ കൊണ്ടുപോവാണ്. ഓരോ ആഗ്രഹങ്ങളല്ലേ, ചെടി വെച്ച് കിളിപ്പിക്കാനൊക്കെ ഒരു ആഗ്രഹങ്ങളാണ്. നമ്മളൊരു പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അടിയിലോട്ടൊക്കെ വെക്കുമ്പം നല്ല രീതിയിൽ ചെടിയൊക്കെ വെക്കണമെന്ന് ആഗ്രഹം കേട്ടോ. തൽക്കാലം ഈ ചെടികളൊക്കെ ഇങ്ങനെ തണ്ടൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാം. ഈ ചെടികളൊക്കെ നോക്കാൻ നല്ല രസമുള്ള ചെടികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാ വീടുകളിലും ഇതുപോലെ നല്ല രസകരമായ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലോട്ട് ഇത്തരം ചെടികളൊക്കെ അങ്ങനെ വളരെ നല്ല രീതിയിൽ ഒരുപാട് നാൾ കിളിച്ച് നിൽക്കാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ എല്ലാം നല്ല പൂക്കളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെടി ഒരുപാട് അത്യാവശ്യം പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ അതിൽ നിന്നൊരു തണ്ട് എടുത്ത് വേറെ ചെടികളിലേക്കൊക്കെ റീപ്ലാന്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ ഈ ചെടിയുടെയൊക്കെ ഒരാൾ. ആ അമ്മ നമ്മളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യമുള്ളതൊക്കെ പറിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരി ജോലിക്ക് പോയിക്കാണ്. ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ രാവിലെ ഞാൻ പറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. നമ്മളോട് ഇല്ലെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ റീപ്ലാന്റ് ചെയ്ത ചെടികളാണ് കേട്ടോ. ഈ ഒരു ചെടിയൊക്കെ നല്ല അടിപൊളി രസകരമായ ഒരു ചെടി കേട്ടോ. നല്ലൊരു ചെറിയൊരു ഐസ്ക്രീം ബോൾ എന്തോ ആണ് കേട്ടോ അതിനകത്ത് ചെടി ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം നല്ല കളർഫുൾ ചെടികളാണ് കേട്ടോ. എല്ലാ കളറും ഉണ്ട് കേട്ടോ, പലതരത്തിലുള്ള കളറുള്ള ചെടികൾ. ഈ കാണുന്ന കേട്ടോ റീപ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെടികൾ. അപ്പോൾ അത് പറഞ്ഞു കേട്ടോ, അത് റീപ്ലാന്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. അപ്പം അമ്മ ഒരുപാട് വീഡിയോയിൽ ഇവിടുത്തെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ചെടികൾ വെച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ അമ്മയൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോകാൻ പറ്റാണ്ടായിട്ട് പിന്നെ വാടിപ്പോയായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും പിന്നെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് സാധനം വെച്ചാലും കിളിക്കട്ടോ. അത് പച്ചക്കറി ആയാലും പൂച്ചെടികളായാലും എന്ത് വെച്ചാലും നല്ല രീതിയിൽ കിളിക്കട്ടോ. നല്ല കായ്ഫലമൊക്കെ ഉണ്ടാവും പച്ചക്കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാച്ചിൽ പറിച്ചതും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വാഴക്കൊലയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ സൈസ് കണ്ടാൽ തന്നെ അവിടുത്തെ ഒരു വളത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു വളവും ചെയ്യാതെ കേട്ടോ അത്രയും വലിയൊരു കായ ഉണ്ടായത്. അതായത് വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു വാഴക്കൊലയാണത്. ഒരു തരത്തിലുള്ള രാസവളങ്ങളൊന്നും ചെയ്തിട്ടില്ല. വീട്ടിലെ വെള്ളവും പിന്നെ പച്ചക്കറി വേസ്റ്റും അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മൂട്ടിലിട്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അല്ല ഇതിന് വേണ്ടി അത് വളരാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ആ കായ്ഫലം കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഫസ്റ്റ് ദിവസം കണ്ട് ആ കൊല കണ്ടിട്ട് ഞങ്ങളെല്ലാവരും കണ്ണ് വെച്ചത് തന്നെ പറയാം. ഞങ്ങളപ്പോൾ എപ്പോഴും പറയാമായിരുന്നു ആ കൊല ഉടനെ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ഒടിഞ്ഞു വീണൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടിയിറക്കിയപ്പോൾ കണ്ടില്ല, നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റിയിട്ട് ഒരു വലിയൊരു കൊലയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ചെടികൾ കൂടി ഇങ്ങനെ പറിച്ചെടുക്കണം. അതിന് വാവ കുറച്ചുകൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, പിള്ളേർ പഠിക്കാൻ പോയി കാണാം. പോരെ പിന്നെ പടാൻ കിളിക്കാൻ തോന്നില്ലേ? അത് ഇട്ടാ മതി. നമ്മുടെ ഉപ്പുവെള്ളത്തിൽ കളിക്കൂലേ? ഇത് കൊറേ അങ്ങ് ഇട്ടാ മതി. നല്ല ഭംഗിയല്ലേ.
അങ്ങോട്ട് വെച്ചോ അവര്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ യാത്രയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആ മലകൾ വളരെ വിസിബിൾ ആയിട്ടുണ്ട് കേട്ടോ. മൂന്നാറിലേക്ക് പോണ ആ റോഡാണ് ആ ലൈൻ പോലെ കാണുന്നത് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം അവർ. അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് യാത്ര പറയുകയാണ്. അപ്പം അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മൾ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റാം കേട്ടോ. നമ്മളിവിടെ വണ്ടി അധികം നേരം നിർത്താൻ പറ്റില്ല. റോഡിലൂടെ വേറെ വണ്ടി നമ്മൾ വണ്ടി മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. വാഴക്കൊല, വാഴക്കന്ന്, ചേമ്പ്, കപ്പ, കാച്ചില്, കിഴങ്ങ്, കാച്ചില്. അത് പോരാതിട്ട് കപ്പയുടെ കമ്പ് വരെ ഉണ്ട്. പിന്നെ ചെടികള് ഇത് ബാക്കി വെച്ചാൽ എല്ലാം കൂടെ വെച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ കൈ പിടിക്കാം. ഇന്ന് വെള്ളം തളിച്ചു വിട്ടാ മതി. ഈ ഭാഗം നമുക്ക് ഫ്രണ്ട് അവിടെ പിടിക്കാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകുന്നത് അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ നമ്മളെ യാത്ര അയക്കാൻ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ യാത്ര അയക്കാനായിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളെ യാത്ര അയക്കാനായിട്ട്. നമ്മൾ വന്ന ഒരു 5-6 ദിവസമൊന്നും അല്ല നിൽക്കാറ്. നമ്മൾ കുറഞ്ഞത് ഒരു 10-25 ദിവസം ഇവിടെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ. പിന്നെ സാധാരണ പെണ്ണുങ്ങൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പം കൈ കിട്ടുന്ന സാധനം എല്ലാം എടുക്കും കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അത് മിക്കവർക്കും അങ്ങനെ കേട്ടോ. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഇതാണ് കാര്യം. അവിടുന്ന് പരമാവധി സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ കൊണ്ടുവരും കേട്ടോ. അതുപോലെ തന്നെയാണ് ലിജി ഈ പ്രാവശ്യം കണ്ണി കണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ കിടന്നൊരു ജാറ് വരെ കേട്ടോ, ഒരു ചെറിയ കെറ്റിൽ വരെ എടുത്തിട്ടുണ്ട്. എന്തിനാണോന്ന് അറിയില്ല, നമ്മുടെ വീട്ടിൽ കെറ്റിലൊക്കെ ഇരിപ്പുണ്ട്. ലിജി പറഞ്ഞാൽ അത് ആവശ്യമുണ്ട്, അച്ഛന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട്, അച്ഛന് ചൂടുവെള്ളം തിളപ്പിച്ച് കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമൊക്കെ എടുത്തിട്ടുണ്ട്. പരമാവധി സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ തൂണിളക്കിയിട്ട് വീട് സഹിതം കൊണ്ടുപോകാനായിട്ട് കിട്ടിയാൽ ലിജി കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി. ഈ ഒരു ബ്രഷ് അമ്മച്ചി എടുത്ത് തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ അമ്മ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് അടുക്കളയിലെ കുറച്ച് കരിയൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഒരുപാട് പേര് അമ്മയുടെ വീട്ടിലെ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് സാധനം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് അമ്മയ്ക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കാം. വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഭിത്തിക്കൊക്കെ. എന്ന് വെച്ചാൽ സംഭവം ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പുറയിൽ KSEBയുടെ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അവർക്ക് താഴോട്ട് പോകണമെങ്കിൽ നമ്മൾ വണ്ടി മാറ്റി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ലിജി കൊച്ചിനെയും കൂടെ വണ്ടിയിലോട്ട് കയറ്റാൻ പോകണം. സാധാരണ നമ്മളിങ്ങനെ വീട്ടിൽ പോകുന്ന ദിവസം ലിജി രാവിലെ ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നങ്ങനെ കരച്ചിലൊന്നും ഇല്ലെങ്കിലും ആകെ ഒരു സങ്കടവും വിഷമമൊക്കെ മനസ്സിലുണ്ട്. എന്നാലും അത്ര സങ്കടവും കാര്യങ്ങളും കരച്ചിലൊന്നും ഇല്ലാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, നമ്മളിന്ന് പോകുന്ന വഴിക്ക് എറണാകുളം വഴിയാണ് പോകണം കേട്ടോ. അപ്പോൾ കൂടെ അമ്മച്ചിയും വാവയും കൂടെ വരുന്നുണ്ട് ലിജിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടെ ഉണ്ടായതുകൊണ്ട് ആരും ടെൻഷനൊന്നുമില്ല. അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ ഇവരിവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്, ഇവരിവിടെ ഒറ്റയ്ക്കാണല്ലോ, പിന്നെ വരാൻ ദൂരമല്ലേ, അപ്പോൾ ഓടിയൊന്നും വരാൻ പറ്റില്ലല്ലോ എപ്പോഴും. അപ്പോൾ അതൊക്കെ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ടാണ് പോണത്. എവിടെയെങ്കിലും വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അതൊന്ന് എൻജോയ് ചെയ്തങ്ങ് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആ വണ്ടി മുകളിൽ ഇത്ര നേരം നിർത്തിയിട്ടിരുന്നേ. നമ്മൾ ഒരുപാട് നേരമായിട്ടും മാറാത്തതുകൊണ്ട് KSEBയുടെ വണ്ടി താഴേക്ക് ഇറങ്ങി കേട്ടോ. അടുത്തൊന്ന് നിർത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമല്ലോ. അവർ മുകളിൽ കിടന്നുകൊണ്ട് ഞങ്ങളും അത്ര കാര്യമായിട്ട് എടുക്കാതെ അവിടെ തന്നെ നിൽക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീൽ ചെയറും കാര്യങ്ങളെല്ലാം കയറ്റി വെച്ചു. വീൽ ചെയർ കയറാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി കേട്ടോ സാധനങ്ങളൊക്കെ വെച്ചപ്പം. പിന്നെ എന്താണേലും നമുക്ക് വീലൊക്കെ ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമായിട്ട് അത്ര ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അതെ, അയ്യോ ആവി എടുക്കുന്നല്ലേ അലക്കം അലക്ക് അമ്മയുടെ അമ്മ മാത്രമേ ണ്ട് പുറകിലല്ലേ. അങ്ങനെ നമ്മൾ താൽക്കാലികമായി മാങ്ങത്തൊട്ടിയോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നേരെ
പുറകെ ചുമ്മിട്ട് അത് ആ നമ്മള് പറിച്ചത്. അതെ, അങ്ങനെ ചുമ്മാ പറിച്ചോണ്ട് വന്നാൽ മതി. അത് കിളിത്തോളും. ആ കിളിപ്പിക്കണം കേട്ടോ, കിളിപ്പിച്ചിട്ട് പറിച്ചോളാവുള്ളൂ. മണ്ണെടുത്തില്ലല്ലോ. അങ്ങനത്തെ രാജാക്കാട് ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഇനി ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് അടിമാലി ചെല്ലുന്നവരെ വേറെ പമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഡീസൽ അടിച്ചു. 1000 രൂപ ഡീസലാണ് അടിച്ചത് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള യാതൊരു മെയിനായിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എണ്ണ കുറവായിരിക്കും എപ്പോഴും വരിക കേട്ടോ. താഴേക്ക് ഇറങ്ങല്ലേ, അപ്പോൾ പരമാവധി നമുക്ക് അത്ര എണ്ണയൊന്നും ആവശ്യം വരില്ല. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം പോകുന്നത് പുതിയൊരു വഴിയാണ് കേട്ടോ. ഇപ്പം നമ്മളിതേ വെള്ളത്തൂലൊക്കെ കഴിഞ്ഞു. വെള്ളത്തൂലൊക്കെ കഴിഞ്ഞിട്ട് കല്ലാർകുട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു ഡാമുണ്ട് കേട്ടോ. വെള്ളത്തൂവലാണെങ്കിൽ ഒരു പവർ ഹൗസ് ഉണ്ട് കേട്ടോ. പവർ ഹൗസൊക്കെ കണ്ട് പോവാണ്. അപ്പോൾ അതേ കല്ലാർകുട്ടി എത്തി. കല്ലാർകുട്ടി ഡാം എത്താറാകുമ്പം ഡാമിനടുത്തൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. ആ റൂട്ട് വഴി പോയാൽ നമുക്ക് നേര്യമംഗലം കാട് വഴിയല്ലാതെ നേര്യമംഗലത്തേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു വഴിയുണ്ട് കേട്ടോ. അതുവഴി പോയാൽ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡ് നല്ല സുന്ദരമായ റോഡാണ്. കുറച്ച് കാടാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ എപ്പോഴും സഞ്ചരിക്കാൻ സാധ്യതയുള്ളൊരു വഴിയാണ്. ഈ സൈഡിൽ കാണുന്ന കല്ലാർകുട്ടി ഡാമിൻ്റെ പുറത്തേക്ക് വെള്ളം ഒഴുകി പോയൊരു ഭാഗം കേട്ടോ. നല്ല കൂറ്റൻ പാറകളാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല കാഴ്ചയുള്ളൊരു ഭംഗിയുള്ളൊരു സംഭവം കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ പോയപ്പോൾ ഇറങ്ങി നിന്ന് ആ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നേര്യമംഗലം ഫോറസ്റ്റ് ഞങ്ങൾ എന്താ ഒഴിവാക്കുന്നതെന്ന് കരുതിയാലേ നല്ല രീതിയിലുള്ള വളവും തിരിവായിട്ടുള്ള റോഡാണ്. പിന്നെ റോഡ് ഇച്ചിരി ഇടുങ്ങിയതാണ്, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം ഒരുപാടാവും നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ. നമുക്ക് എറണാകുളം ചെല്ലണമല്ലോ, എറണാകുളത്ത് ഇവരെ ഇറക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ റോഡാണ്, ഒരു രക്ഷയില്ലാത്ത റോഡാണ്. 2 സൈഡിലോട്ട് ഈറക്കാടുകളാണ്. ഈ കാണുന്നത് അടുത്തൊരു ഡാം കേട്ടോ. ഇത് പാമ്പള എന്ന് പറയുന്നൊരു ഡാമാണ്. ഇടുക്കിയിൽ ഒരുപാട് ഡാമുകളുണ്ടല്ലോ, അതിൽ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ 2 ഡാമുകളൊക്കെ ഇങ്ങനെ കാണാം. പാമ്പള ഡാമിന് ശേഷമുള്ള വഴി എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ രാത്രിയിലൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പേടിക്കട്ടോ. ഈ ഒരു ഡാം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന മൊത്തം ഈ ഡാമിന് ഭാഗമായിട്ട് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞൊരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇപ്പം. അതായത് ഇപ്പം പ്രവർത്തനമില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ പഴയ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ചില സോംബി സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മൂവീസുള്ള സോംബീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആക്രമിക്കുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ അവരെ ഭക്ഷിക്കുന്ന മനുഷ്യന്മാർ എന്നൊക്കെ പറയുന്ന ടൈപ്പുള്ള നരഭോജികളല്ല, വേറെ ടൈപ്പ്. അങ്ങനത്തെ സിനിമകളിലൊക്കെ കാണുന്ന ചില ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ബിൽഡിങ്ങുകൾ ഇവിടെ കുറേ ഉണ്ട്. അത് നല്ലൊരു കാഴ്ച ഉണ്ടാവും. ചിലർക്കത് നല്ല രസകരമായൊരു കാഴ്ചയാണ് ഈ വഴിയിലൂടെ പോകുമ്പം. അതുപോലെ 100 കണക്കിന് ബിൽഡിങ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ആ പറഞ്ഞതിലൊരു ബിൽഡിങ്ങാണ് ഇത് പണ്ടത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ഇത് ഇപ്പം പ്രവർത്തനമില്ല, അവിടെ പോലീസിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ. ഇതുപോലുള്ള ഒരുപാട് ബിൽഡിങ് ഈ ഒരു ഡാമിനോട് അടുത്തായിട്ടുണ്ട്. പണ്ട് പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഈ പ്രാവശ്യം വാവ പറയുമ്പോഴാണ് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത്. ഇതൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പോകുന്ന വഴിക്ക്, ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. പിന്നെ ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് അധികം ഇല്ല കേട്ടോ. അങ്ങനെ തൊട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അധികം വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണിത്. അപ്പോൾ എറണാകുളം സൈഡിൽ നേരെ ഇടുക്കി, മൂന്നാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവർ നേര്യമംഗലം പാലം എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് വലത് സൈഡിലേക്ക് ഒരു റോഡ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ആ റോഡ് വഴി കയറിപ്പോയാൽ ഈ ഒരു വഴി കൂടെ വരാം കേട്ടോ. ഈ വഴി കൂടെ വന്നാൽ മെയിനായിട്ടെന്ന് വെച്ചാൽ സൈലൻ്റ് ആണ്, വണ്ടികളുടെ ശബ്ദവും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പുറത്തെ സൈഡിലെ കാട്ടിലാണ് നേര്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ കാടാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ശരിക്കുള്ള മെയിൻ റോഡ് മൂന്നാർക്ക് പോകുന്നത് കേട്ടോ. അങ്ങനത്തെ കാട്ടിന് നടുവിലൂടെ ഇങ്ങനെ വന്നപ്പം ഞങ്ങൾ ഒരു സൈഡിലായിട്ട് ഇതുപോലുള്ള ഈറ വെച്ചിട്ടുള്ള കൊട്ടകളും മുറമൊക്കെ ചെയ്തു വെച്ചേക്കുന്ന കണ്ടു. അപ്പോൾ അതൊരു ഫാമിലിയാണ് ചെയ്തേക്കുന്നത് കണ്ടു കേട്ടോ. ഒരു ഫാമിലിയായിട്ട് അവരോട് താമസിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അതൊന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയാണ് കേട്ടോ.
ഇത്തരം സാധനങ്ങളൊക്കെ പണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അവിടോട്ടൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇവരിവിടെ തന്നെ ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം കണ്ട് മേടിക്കാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. കാണാനും പിന്നെ അത് നല്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. മുറത്തിന് 300. ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പുറത്തിട്ടാക്കാം. മഴയിൽ നനയാത്ത വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് 150. അത് പറഞ്ഞ മതി. ഇല്ല പൊട്ടിപ്പോണ്ട്. ആഴ്ച ഒരു ദിവസം പോയിട്ട് വെള്ളത്തിലിട്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഈ ഉണങ്ങിയത് ഞങ്ങളിവിടെ തമിഴ്നാട് കുമ്പിളി കമ്പം കൂടുള്ളൂ. നമ്മളിത് കാണാൻ വേണ്ടി ഇറങ്ങിട്ടോ. അപ്പം അവർക്ക് ഒരു പ്രോത്സാഹനം ആയിക്കോട്ടെ. ഇതൊക്കെ വാങ്ങിച്ചേക്കാം അല്ലേ. നമുക്ക് ചോറൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ഊറ്റി വെക്കാം അല്ലേ. അത് മതി. നല്ല വണ്ടി കളിച്ചില്ലോ. എവിടെ വെച്ച്? പകലിറങ്ങുവാനാ? പകലോ? പകലിറങ്ങി പകലാന ഇറങ്ങിയെന്ന്. ആൾക്കാരായിരുന്നു. ആന പോയിട്ട് ഇങ്ങനെ തുഞ്ചങ്ങ വെട്ടി ഇങ്ങനെ ചില്ല് പൊട്ടിച്ച് പിള്ളേരെല്ലാം പേടിച്ചു പോയി. ഇത് ഇപ്പൊ ഈ സമയമായിരുന്നു. ഈ സമയം അവിടെ ചായ കാണാൻ പറ്റുമോ? അത് നല്ലപോലെ കാണാമല്ലോ നമുക്ക്. ഇവിടെ പുഴയുണ്ട് താഴ. അത് വെള്ളം ഇനി ഒരുപാടുണ്ടോ അങ്ങ് നേരിമംഗലത്തല്ലേ? ഇല്ല ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങള് കൊല്ലം കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോ ഒരു ഇത് വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചില്ല കേട്ടോ. ഈ ചോറൊക്കെ ഊറ്റി വെക്കാൻ വേണ്ടി ഒരു കൊട്ട. നമ്മളവിടെ കൊട്ട കിട്ടും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇത് ഇവർ കുമ്മളി ഉള്ളതാണ്. അവരവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കാട്ടിലുള്ള ഈറ ഇതേ വെട്ടിയിട്ടേക്കുന്ന ഈറ താഴെ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവരിതിങ്ങനെ ചെയ്യുന്നത്. സംഭവം കൊള്ളാം. മുറമൊക്കെ ഉണ്ട്. ഈ മുറത്തിന് 300 രൂപ കേട്ടോ. പിന്നെ ചാണാൻ മെഴുകിയ മുറം അതൊക്കെ ഉണ്ട്. അല്ലല്ല, ഞങ്ങളിവിടെ വീടുണ്ട്, അവിടെ വന്നോ. ശരി. അതെ, ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ആനപ്പിണ്ട കിടപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ കാട്ടിലൊന്നും ആന എഴുന്നള്ളിക്കാൻ കൊണ്ടുവരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാട്ടാനായിട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആനയോട്. വേറൊന്നുമല്ല, നമുക്കിതൊക്കെ ഒരു കൗതുകമാണല്ലോ. ആ കൗതുകത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പണ്ടത്തെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. പണ്ട് വാൽപ്പാറയിൽ ഇതിനൊക്കെ ഒരു ട്രിപ്പ് പോയ സമയത്ത് വണ്ടിയിൽ രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് ആന കുറുകെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അനുഭവിച്ചൊരവസ്ഥ ഞാനിപ്പം എല്ലാവരോടും പറഞ്ഞു കൊടുത്താൽ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആന നമ്മുടെ വണ്ടി ആക്രമിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം എന്നാലും നമുക്ക് വഴിയിൽ പോകുമ്പോൾ ഒരു ആനയെ കണ്ടാലും സന്തോഷം കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ള സന്തോഷം കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പം അത് ശരിക്കും സന്തോഷാവസ്ഥയല്ല ശരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ. ഞങ്ങളപ്പോൾ ഇടുക്കിയിലോട്ട് എറണാകുളം ജില്ലയിലേക്ക് കേട്ടോ. നിങ്ങൾ വന്നപ്പോൾ ഒരു കട ഉണ്ട് കേട്ടോ. ഈ കട കണ്ടിട്ടാണ് നിർത്തിയത്. ഇതേ കുപ്പിവെള്ളത്തിൻ്റെ ആദായ കട. ഇവിടെ എന്ന് വെച്ചാൽ 1 ലിറ്ററിൻ്റെ 6 ബോട്ടിലിന് 55 രൂപ, 1 ലിറ്ററിൻ്റെ 12 ബോട്ടിൽ 99 രൂപ, 1 ലിറ്റർ ബോട്ടിലുള്ളതിന് 10 രൂപ, 1 ലിറ്റർ കൂൾ വാട്ടറിന് 15 രൂപ കേട്ടോ. അപ്പം ഇത് നിങ്ങളുടെ കമ്പനിയാ? നിങ്ങളുടെ കമ്പനിയാണോ ഇത്? നോവാ. ഓ, ഇവരുടെ കട കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഔട്ട്ലെറ്റാണത്? ക്ലബ് സോഡയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാണ്ട് വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വെള്ളം കുടിക്കാൻ, കൈ കഴുകുക അങ്ങനെയൊക്കെ എടുക്കാമല്ലോ. പിന്നെ നമ്മളിത് വൈകുന്നേരം ആവും, 6 മണിയൊക്കെ ആവും വീട്ടിൽ ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളം വേണം. 55 ഒരെണ്ണം അല്ല വെച്ചേര്, എല്ലാം ഞാൻ തരും. ഒരെണ്ണം ചെയ്തോ? ഒരെണ്ണം കേട് എല്ലാം പിടിച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ വെള്ളം വാങ്ങിട്ടോ. സാധാരണ ഇവിടെ ഒരു ബോട്ടിന് 20 രൂപ. 20 രൂപ ആയപ്പോൾ നമ്മൾ എത്ര 120 രൂപ, 20 രൂപ ആകുമ്പോൾ 6 ബോട്ടിലിന്. അപ്പോൾ നമുക്കിപ്പോൾ ലാഭം എത്രയാ? 75 രൂപ. അല്ല, 65 രൂപ ലാഭം. ഇതിനോ? ഇത് 6 എണ്ണം 55 രൂപ. അവിടെ വെച്ചാൽ എന്നാലും കൊള്ളാം. ഈ ഒരു കട ഈസ്റ്റേൺ ട്രെഡ് സിൽസ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഈ ഒരു വഴിക്ക് കേട്ടോ. സ്ഥലപ്പേരൊന്നും പറയാൻ അറിയത്തില്ല. ഇതേ കുപ്പിവെള്ളത്തിൻ്റെ ആദായ കട നീ കടയുടെ പേര് കേട്ടോ. ലാഭമുണ്ട് എന്തായാലും.
വെള്ളം കുടി, ഇച്ചിരി വെള്ളം കുടി. പമ്പിലേക്ക് വണ്ടി വിടാൻ ഇപ്പൊ ഇവിടെ പോകും ആൾക്കാർക്ക്. വെള്ളം പൊട്ടി ഈ വെള്ളം വേണോ കുടിക്കാൻ? അങ്ങനെ ഞങ്ങൾ എറണാകുളത്തേക്ക് എത്തി. മൂവാറ്റുപുഴയും തൃപ്പൂണിത്തറയും മരടും ഒക്കെ കഴിഞ്ഞതേ നമ്മളാ വിഖ്യാതമായ ആ പേടിപ്പെടുത്തുന്ന ബിൽഡിംഗ് അവിടേക്ക് എത്തിയേട്ടോ. ഇത് ഒരുപാട് കഥകൾ ആൾക്കാർ പറയാറുണ്ട്. ഇതിൻ്റെ പണിഞ്ഞ എൻജിനീയർ തൂങ്ങി മരിച്ചു, ഈ ബിൽഡിങ്ങിൽ അങ്ങനെ ഇത് പണിഞ്ഞ കോൺട്രാക്ട് തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ചില സത്യാവസ്ഥകൾ യൂട്യൂബിൽ പിന്നീട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ചെക്ക് ചെയ്യാം. ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചരിവ് കാരണം അതിൻ്റെ പ്രവർത്തനം നിർത്തി വെച്ചിട്ട് അങ്ങനെ നിന്നുപോയൊരു ബിൽഡിംഗ് ആണെന്നാണ് പറഞ്ഞേട്ടോ. കാരണം അതൊരു തോടിന് സൈഡിലാണ് നിൽക്കുന്നത്. ഇതിന് മുന്നേ മരയുടെ ഒരു ബിൽഡിങ് പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വലിയ ബിൽഡിങ്. ആ സമയത്ത് ഇതും പൊളിക്കേണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ എറണാകുളവും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അരൂർ പാലത്തിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് കേട്ടോ ഈ പാലത്തിലൂടെയുള്ള യാത്ര. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു കായലിന് കുറുകെയുള്ള പൂർണ്ണമായൊരു കായലിന് കുറുകെയുള്ള പാലം, ഏറ്റവും വലിയ പാലം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ഇതിൽ വലിയ 4-4.5 കിലോമീറ്റർ ദൂരമുള്ള പാലമൊക്കെ ഉണ്ടിട്ട് അത് നമ്മുടെ റെയിൽവേയുടെ ബ്രിഡ്ജാണ് കേട്ടോ. എറണാകുളത്ത് വേമ്പനാട് കായലിന് കുറുകെയുള്ളൊരു പാലമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വേമ്പനാട് കായലിന് കുറുകെയൊന്നുമല്ല കേട്ടോ. റെയിൽവേയുടെ ഗുഡ്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി FCIയിലേക്ക് പോകുന്ന ഒരു പാലമുണ്ട്. അത് 4.5 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. അത് മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ അരൂർ പാലം. ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ എറണാകുളത്തിൻ്റെ. പൂർണ്ണമായിട്ട് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്നൊരു പാലമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നേരെ ലിതിനെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അത് ലിതിയുടെ വീടെത്തിയപ്പോൾ അരൂർ കഴിഞ്ഞാൽ പിന്നെ ലിതിയുടെ വീടായി കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയും ബാവയും അവിടെ ഇറങ്ങി. അപ്പോൾ ലിജിക്ക് ചെറിയ സങ്കടമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണോ ഇവർ വീട്ടിലോട്ട് വരുന്നത് അപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ ഒരു വീട്ടിലോട്ട് വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ ലിജിയുടെ ഡെലിവറിയൊക്കെ കഴിയുമ്പം ലിജിക്ക് അവിടെ കൊച്ചിനെ നോക്കാനായിട്ട് പോയി നിൽക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാം ഒത്തുവരുവാണെങ്കിൽ അടുത്ത മാസം നമ്മൾ ലിജിനെ അവിടെ കൊണ്ടാകും കേട്ടോ. 1 മാസം അവരോടൊക്കെ നിൽക്കണം, കൊച്ചിനെ കളിപ്പിക്കാനൊക്കെ ഒരാഗ്രഹം. അങ്ങനെ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം പോകാം. അപ്പോൾ ഞങ്ങളിത് അരൂരേക്ക് എത്തിയപ്പോൾ തന്നെ ലിതിയും അവിടേക്ക് വന്നു കേട്ടോ. ലിതി ഇനി ആദ്യനെ സ്കൂളിൽ നിന്നൊക്കെ വിളിക്കണം. ആ പരിപാടികളൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവരെല്ലാം അവിടെ ഒരുമിച്ച് വീട്ടിലോട്ടൊക്കെ പോകും. ഞങ്ങൾ അതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് അങ്ങ് പോകും കേട്ടോ. അടുത്ത മാസം വന്നേരേട്ടോ. സങ്കടം സങ്കടമല്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങിയ ഇങ്ങോട്ട് നോക്കി എന്നെ ഇങ്ങനെ കാണിക്കത്തിന് എന്നെ ഇവിടെ എവിടെ നിർത്തിയിട്ടോട്ടെ. ലിജിനെ ഇവിടെ കരയൊന്നും വേണ്ട, മേടിച്ചിട്ട് അങ്ങോട്ട് വരട്ടെ. അടഞ്ഞാ നടന്നില്ല ഒന്നും തുറത്തിറങ്ങി. ആ മതി, ഒരു ഓട്ടോ വിളിച്ചൊക്കെ പോയി. ഇപ്പൊ ഇവിടുന്ന് ഒരു ഓട്ടോ അടിച്ച് നിർത്തിട്ടൊക്കെ പോകും. പൈസ ഒക്കെ രാവിലെ സെറ്റ് ആക്കുന്നുണ്ട്, കൊടുത്തില്ലേ? ശരി എന്നാ പൊക്കോ. നിധി എന്നാ ഹോസ്പിറ്റലിൽ പോണേ? ഡേറ്റ് എന്താ പറഞ്ഞത്? 10-ാം തീയതി കഴിയുമ്പോ അഡ്മിറ്റ് ആവണം. അടുത്ത മാസം. BP ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് നേരത്തെ, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അന്നേരം പോകണ്ടേ. 10-ാം തീയതി അടുത്ത മാസം അങ്ങോട്ട് വന്നേക്ക്. ലിജി വരുന്നുണ്ട് നോക്കാനായിട്ട്. ലിജീനെ നോക്കോ ലിജീനെ നോക്കോ? അതെ, അന്നേരം വന്നേ. ലിജിമോളെ ഞാൻ നോക്കണം, കൊച്ചിനെ ലിജിമോളെ നോക്കും അല്ലേ? കൊച്ചിനെ നോക്കാൻ വരുക. ലിജീനെ ഞാനും ആരോട് പറഞ്ഞേക്കാം. വെള്ളം ഉണ്ടോ? വെള്ളം മേടിക്കണോ? ഉണ്ടോ? കാപ്പിക്കുരി നാളെ വരെ വരുത്തിടാൻ പറഞ്ഞോട്ടോ. കാപ്പിക്കുരി വരുത്തിടാൻ പറഞ്ഞ. ഓ ശരി, പറയാം കേട്ടോ. ഒരു ഓട്ടോ വിളിച്ചോ പോകും. ഒരു ഓട്ടോ എടുത്തിട്ട് പോകും, നടക്കണ്ട. അങ്ങനെ അവരൊക്കെ പോയിട്ടോ. പണ്ട് നമ്മുടെ വീഡിയോകളിൽ സ്ഥിരമായിട്ട് ലിജിയുടെ കരച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റിലൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ. ലിജി എന്താ ഇങ്ങനെ കരയുന്നത്, ലിജിക്ക് ഒരുപാട് ഈ കുട്ടികളുടെ സ്വഭാവം എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ വിമർശിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ലിജി അധികം കരഞ്ഞിട്ടൊന്നുമില്ല, ചെറിയൊരു കരയാനുള്ള ഒരു സങ്കടം വന്ന്.
അപ്പോൾ അന്ന് ഞാൻ പറയായിരുന്നു ലിജിയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ലിജിക്കുണ്ട്. ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പോകെ പോകെ പതിയെ മാറുമെന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ, ഇതെല്ലാം മാറുമെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, പണ്ടത്തെ പോലെ കരച്ചിലൊന്നും ഇല്ല, അതൊക്കെ ഒരുപാട് മാറി കേട്ടോ ലിജിയുടെ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ചേർത്തല കഴിഞ്ഞു കേട്ടോ. ചേർത്തല കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാം. ഇതേ ചോറ് 3:30 കഴിഞ്ഞില്ലേ? അപ്പോൾ ഞങ്ങൾ ഈ അരൂരിൽ നിന്ന് ലിജീനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പോരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലിജി ഒരു പ്ലേറ്റ് കഴിക്കുന്നു, കണ്ണപ്പനോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്രയിൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പൊതി കെട്ടിക്കൊണ്ട് വരും. ഹോട്ടലിലൊന്നും കയറാൻ പാടാം നമുക്ക്. പിന്നെ വീട്ടിലെ ചോറാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നൈസായിട്ട് കഴിച്ചിട്ടൊക്കെ പോയല്ലേ, സേഫാണ്. 2 പൊതിയില്ല, ഞങ്ങൾ ഒരെണ്ണം തിരിച്ചു കൊടുത്തിട്ടില്ലേ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പയ്യെ ഇനി വീട്ടിൽ തന്നെ ആയിട്ട് കാണത്തുള്ളൂ ഞങ്ങൾ. അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. എങ്ങും സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം. വീട് എത്താറാവും തോറും വീട് കാണാനുള്ള സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ലിജിക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത്രയും ദിവസം ഞങ്ങൾ ഇടുക്കി നിന്നപ്പം വിയർക്കുന്ന ഒരു പരിപാടിയും ഇല്ലായിരുന്നു കേട്ടോ. ശരീരം നല്ല തണുപ്പായതുകൊണ്ട് വിയർക്കുന്ന ഒരു പരിപാടിയും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ വിയർക്കാൻ. അങ്ങനെ അമ്പലപ്പുഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനം കിട്ടി കേട്ടോ. നമ്മുടെ ബോംബെ പുട എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടോ, ബോംബെ മിഠായി എന്നൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറയും, പഞ്ഞി മിഠായി എന്നൊക്കെ പറയട്ടോ. നാവിലിട്ട് അപ്പത്തെ അരിഞ്ഞു പോകും. ഒരു ബാഗ് കൊണ്ടുപോയാൽ കേട്ടോ, 20 രൂപയാണ്. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ലിജി അത് വാങ്ങി കേട്ടോ. ഞങ്ങൾ രണ്ടും വേണ്ടാന്ന് പറഞ്ഞു, മേടിക്കേണ്ടതൊക്കെ പറഞ്ഞിട്ടോ. സംഭവം ലിജി ഞങ്ങൾക്ക് കുറച്ച് കഴിക്കാനായിട്ട് തന്നപ്പോഴാണ് അതിൻ്റെ ഒരു പഴയ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടോ. ഭയങ്കര മധുരമാണ്, മിഠായിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ മധുരത്തിൻ്റെ ആ ഒരു ഓർമ്മ ഞാൻ വീണ്ടും അത് പങ്കുവെച്ചാൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു, നേരെ വീട്ടിലേക്ക് ഇനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഇടുക്കി യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നേരത്തെ കള്ളപ്പൻ ഇറങ്ങാൻ പോവാ. ബാക്കിയൊക്കെ വന്നിട്ട് എടുക്കാടാ. അതൊക്കെ തിരിക്കട്ടെ, ഇത് വരുമ്പോൾ എടുക്കാം. കൊട്ടയം വട്ടി ചട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങനെ ഇടുക്കി യാത്ര. പിന്നെ ഒന്ന് എടുക്കണമെന്നാ പോട്ടെ, പോയിട്ട് വരത്തില്ലേ? തൊപ്പിയോ? ബൈ. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടാ വണ്ടിയിൽ. അതിനപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാം. വീട്ടിലെല്ലാവരും തിരക്കിയിരിക്കുക അല്ലേ? ഇത് ഹാപ്പി ആട്ടോ. വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും കാണാതിരുന്നോണ്ട് വിഷമമാണ് അല്ലേ? ജുബിന് തണുപ്പ് ഇടുക്കിയിലെ തണുപ്പ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നല്ലോ. എന്തായാലും നമ്മളിതേ വീട്ടിലേക്ക് എത്താൻ പോകും. എൻ്റെ ഫോണൊക്കെ എനിക്ക് ഇടയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വീഡിയോ കാണാവേ. കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ സേഫായിട്ട് കൊല്ലത്ത് വീട്ടിലെത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ബൈ.